അല്ല, ഇത് KTM 250 അഡ്വഞ്ചർ. ആരെ സൗണ്ടാണ്. ഹലോ ഗൈസ്, ഒരുപാട് നാൾക്ക് ശേഷം നമ്മുടെ കയ്യിൽ അഡ്വഞ്ചറാണ് ഇരിക്കുന്നത്. 250 ആണ്. 390 കിട്ടിയില്ല. 390 കിട്ടും. അപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് എടുക്കുന്ന ഒരു കാര്യം അത് നമ്മുടെ ലൈഫിൽ സക്സസ് ആവും. അതിപ്പം അതിനായിട്ടുള്ള ഇൻസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് തുടങ്ങിയിരിക്കണം. അല്ലെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അല്ലാതെ നമ്മൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടത്തില്ല. അപ്പം നമുക്ക് മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആരെങ്കിലുമൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ലൈഫിൽ സക്സസ് ആകത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിപ്പം കണ്ടൻറ് ഉള്ളത് നമ്മുടെ ബൈക്സാണ്. പിന്നെ ഇതിനകത്തുള്ള ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ലെവൽ ഫീലാണ്. ഓരോ വണ്ടി ഓടിക്കുന്ന സമയത്തും എനിക്ക് അനുഭവപ്പെടുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല വണ്ടിക്കും പല ഡിഫറെൻറ്റ് വേഷ്യസാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അഡ്വഞ്ചർ ഓടിക്കുന്ന ഫീലായിരിക്കത്തില്ല ഒരു സ്പോർട്സ് ടൂറർ ഓടിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പം നമുക്ക് അഡ്വഞ്ചറിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇതിന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ക്രോമിയം ഫിനിഷിങ്ങും, പിന്നെ നമ്മളെ ഈ ഒരു ഹാൻഡിൻ്റെ ഈ ഒരു ഇത്രയും വീതിയായിട്ടുള്ള ഹാൻഡിൽ, പിന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് സൈഡ് സ്വിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ പഴയ അഡ്വഞ്ചറിനെയും കാട്ടിലും കുറച്ചും കൂടി ഒക്കെ ഒരു പ്രിഫറൻസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കമ്പനി ആ ഒരു മാപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആ ഒരു സ്ക്രീനിൽ. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും പറ്റില്ല. ഞാൻ 390 ഓടിച്ചിട്ടില്ല അഡ്വഞ്ചർ. അതിപ്പം ഓടിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഫീച്ചർ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിങ്കഫോളിസ് ഇതാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇത് നമ്മളിപ്പം എക്സ്പൾസ് ഓടിച്ചാലും ഇത് ഓടിച്ചാലും നമുക്ക് ന്യൂട്രലിൽ സ്റ്റാർട്ടാക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അതിപ്പോൾ ചില സമയത്ത് ഇതിൻ്റെ ആ ഒരു ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എടുത്ത സമയത്ത് സ്റ്റാൻഡ് കറക്റ്റായിട്ട് വീഴാത്ത ടൈമിൽ വണ്ടി എടുക്കത്തില്ല. അപ്പോൾ അത് നല്ലൊരു ഇതാണ്. എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാൻഡ് പ്രോപ്പറായിട്ട് ഇട്ടിട്ടില്ല എന്നുള്ളൊരു ടൈം മോണിറ്ററിങ് അത് കാണിക്കും. അപ്പോൾ അങ്ങനെ ഒരു സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. വണ്ടി അടിപൊളിയാണ്. പിന്നെ ഒരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊരു വൈബ്രേഷൻ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അത് ഹാൻഡിൽ ചെയ്യുന്നതാണ്. വേറൊരു ഇഷ്യൂസൊന്നുമില്ല. വണ്ടി നല്ലൊരു ഫീലാണ്. വേറെ ലെവൽ വണ്ടിയാണ്. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ലോങ് ഒക്കെ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആരെങ്കിലുമൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ലൈഫിൽ സക്സസ് ആകത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിപ്പം കണ്ടൻറ് ഉള്ളത് നമ്മുടെ ബൈക്സാണ്. പിന്നെ ഇതിനകത്തുള്ള ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ലെവൽ ഫീലാണ്. ഓരോ വണ്ടി ഓടിക്കുന്ന സമയത്തും എനിക്ക് അനുഭവപ്പെടുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വണ്ടിക്കും പല ഡിഫറെൻറ്റ് വേഷ്യസാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അഡ്വഞ്ചർ ഓടിക്കുന്ന ഫീലായിരിക്കത്തില്ല ഒരു സ്പോർട്സ് ടൂറർ ഓടിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പം നമുക്ക് അഡ്വഞ്ചറിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇതിന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ക്രോമിയം ഫിനിഷിങ്ങും, പിന്നെ നമ്മളെ ഈ ഒരു ഹാൻഡിൻ്റെ ഈ ഒരു ഇത്രയും വീതിയായിട്ടുള്ള ഹാൻഡിൽ, പിന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് സൈഡിൽ മെനു ഉണ്ട്. അപ്പം നമുക്ക് സൈഡ് സ്വിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ പഴയ അഡ്വഞ്ചറിനെയും കാട്ടിലും കുറച്ചും കൂടി ഒക്കെ ഒരു പ്രിഫറൻസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കമ്പനി as the title